സുഖാണോ കുഞ്ഞാലിക്ക? ഇതിലും വലിയ സുഖം എന്താ വേണ്ടത്? എന്താ പറഞ്ഞേ? അല്ല മറ്റേ നിന്റെ പേരെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് കിട്ടി. ഇതെന്താ ലോറിയിൽ വന്നത്? അതെന്താ ലോറി വന്ന പോലെ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടോ എന്റെ അമ്മോ, ഇതിന്ന് എനിക്ക് ഇറങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞതാ ഒരു കാറ് വിളിക്കാൻ. ഈ ലോറിയേലിരുന്ന് എന്റെ നടുവൊടിഞ്ഞു. കാർ വിളിക്കാത്തോണ്ട് ഇപ്പൊ എത്ര രൂപ ലാഭം എന്നറിയോ? ഒരു 250 രൂപ. അതുകൊണ്ട് മുത്തശ്ശി ഈ മാസം പുകയില, മുറുക്കാൻ, പിന്നെ അല്ലറ ചില്ലറ ആവശ്യങ്ങൾ ഒക്കെ നടക്കില്ലേ? ഈ പെണ്ണിന്റെ ഒരു വീശിക്ക് ഒറ്റ കുഞ്ഞാലിക്ക, ഈ സാധനങ്ങളൊക്കെ നിറക്കണല്ലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തുതരാം, നിങ്ങൾ വരും. വാ മുത്തശ്ശ. ഇവിടെ നിറച്ചും പൊടിയാണല്ലോ. അതിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്താ നന്നാവും. അതൊക്കെ ഇനി കണ്ടറിയണം. മുത്തശ്ശൻ വാ, നമുക്ക് മുകളിലൊക്കെ ഒന്ന് കേറി നോക്കാം. എന്റെ പൊന്നു മക്കളെ, മുത്തച്ഛനെ കൊണ്ട് വയ്യ. ആ ലോറിയിൽ ഇരുന്ന് തന്നെ ഞാൻ മടുത്തു. മക്കള് പോയി നോക്കുവോ, എന്താന്ന് വെച്ചൊക്കെ ചെയ്തു. ശരി. വല്ല കാട്ടുകുച്ചിയോ മക്കാരോ ഒക്കെ കാണും. ഇവിടെ ഞങ്ങൾ എങ്ങനെ താമസിക്കും കുഞ്ഞാലിക്ക? ഒക്കെ നമ്മൾ ശരിയാക്കി തരാന്ന് പറഞ്ഞാ പോരാ, ശരിയാക്കണം. ആദ്യം പൊടി മാറാലൊക്കെ ഒന്ന് മാറ്റി ആകെ ഒന്ന് പെയിന്റ് അടിക്കണം. അല്ലോ, പെയിന്റ് അടിക്കണമെങ്കിൽ അവർ അനുവാദം വാങ്ങണം. ആരുടെ? തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരുടെയോ? അതേന്ന്, ആലഞ്ചേരി തമ്പുരാക്കന്മാരെ. അവരത്തല്ലേ വീട്. ഓ, അത് ശരി. ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരോടും കൂടി ഒന്ന് ചോദിക്കണം. ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ചോദിച്ചാൽ എന്തും ചെയ്തു തരുന്ന പോലെയാണ് തമ്പുരാക്കന്മാര്. എന്തും എന്തും അള്ളാനെ. കാക്കായി, എന്നാ പതിവ് പോലൊക്കെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ. എന്തായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരൊന്ന് നേരിട്ട് കാണുന്നത് നല്ലതാ. അതാണ് എന്റെ ശരി. നോക്കിയേ, ഒരു പെൺകുട്ടിയില്ലേ വരുന്നത്? അകത്ത് പോ. അപ്പൊ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ വന്നാ മതി. നമസ്കാരം. 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 ആരാ മനസ്സിലായില്ല? ഞങ്ങള് വടക്കേ പറമ്പിലെ പുതിയ എനിക്ക് ആദ്യം പിടിയിട്ടില്ല. ഇരിക്കുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വടക്കേ പറമ്പിലെ താമസക്കാരാ. ഇരിക്കുക. എന്താ പേര്? മുകുന്ദൻ മേനോൻ. ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. മോളുടെ പേരെന്താ? മീര. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഒരുപാട് സമയമുണ്ടല്ലോ, വാങ്ങിച്ചു കുടിച്ചോളാം. പട്ടാളത്തിലായിരുന്നുല്ലേ? അതെ, റിട്ടയർഡായിട്ട് കുറെ കൊല്ലങ്ങളായി. അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം? പാലക്കാട്. ബന്ധുക്കളെന്ന് പറയാൻ ഇപ്പൊ അവിടെ ആരുമില്ല. അതാ ഇങ്ങനൊരു ഗ്രാമത്തിലോട്ട് കടന്നു കൂടിയത്. ഇഷ്ടപ്പെട്ട കുറച്ച് ഭൂമി വാങ്ങി ശിഷ്ടകാലം ഇവിടെ തന്നെ കൂടണമെന്ന ആഗ്രഹം. അതേതായാലും നന്നായി. ഇത്രയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം കേൾക്കാൻ പോലും കിട്ടില്ല. അപ്പൊ ഇത് എന്റെ മോളുടെ മോളാ. മോള് മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എനിക്കൊരു സഹായത്തിന് ആള് വേണമല്ലോ. അങ്ങനെ കൊച്ചുമോളുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുക. എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ പറഞ്ഞാ മതി. അത് വീടൊക്കെ വൃത്തിയുടെ കിടക്കുന്നു. ഒന്ന് പെയിന്റ് അടിച്ച് കൊള്ളായിരുന്നു. അതിനാളെ ഏർപ്പാടാക്കാം. അല്ല, ചന്തപ്പൻ ഗുരുക്കളെ കണ്ടിരുന്നോ? ഇല്ല. ഇവിടെ വന്ന് എന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് പോണം. അതാ അതിന്റെ ഒരു രീതി. ആളില്ലാണ്ടാക്കോ? നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാന്ന്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്, അറിഞ്ഞൂടാത്ത കാര്യം. നീ എന്തിനാ 2 കാലം പൊക്കി ചാടിയത്? 2 കാലം പൊക്കി ചാടി നടും തല്ലി വീഴുന്നു ഞാൻ ഓർത്തോ? അനുഭവിച്ചോ? എണ്ണൊഴിച്ചോട്ടെ. എണ്ണൊഴിക്കാൻ ഞാൻ എന്താ വിളക്കാണോ? എല്ല് കുത്തുന്നു. എല്ല് മാത്രമേ ഉള്ളൂ, ഇറച്ചി വരുന്നേ ഉള്ളൂ. മസിലടക്കില്ലേ? അതിനെടുക്കണ്ട്. അയ്യോ, 1 മിനിറ്റ്. ചേട്ടനെ കാല് നോറ്റി. ഞാനൊന്ന് ചവിട്ടി തരുമട്ടെ. ഇവൻ ചവിട്ടി തിരുമ്പണ്ട, ഇവന്റെ കാല് മാണിയുടെ അസുഖമുള്ളതാണ്. ഒരു മന്ദബുദ്ധിയെ ചവിട്ടി തിരുമ്പ കാലിൽ ആണി മാറുന്ന എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ സ്വയം ചവിട്ടി തിരുമ്പടാ. 1 മിനിറ്റ്. ആ മർമ്മൊന്ന് കണ്ടുപിടിച്ചോട്ടെ. അയ്യോ, നീ ഇവിടെ തോറ്റി ഉണ്ണി.
ഈശ്വരവേ, എന്റെ ചവിട്ട് മർമ്മത്ത് കൊണ്ടുവന്നു. ഉണ്ണി ഉണ്ണി അയ്യോ ചേട്ടത് വലിയ കാറ്റുപോയി. ഉണ്ണി എനിക്കിടാ ഉണ്ണി ദേ അച്ഛൻ വരും അവനെ- എനിക്ക് ഉണ്ണി ഞാൻ എഴുന്നേക്ക്. പൊക്കോനെ. ഉണ്ണി 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 കാറ്റ് പോയാ? എന്റെ ഈശ്വരാ. ഉണ്ണി 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 എന്ത് ചെയ്യാ? എന്താടാ എന്ത് പറ്റി എന്ത് പറ്റിയത്? അത് പിന്നെ അച്ഛൻ പഠിപ്പിച്ചെന്ന ചവിട്ടി തിരുമ്പ് ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ. ഇവനെന്തോ പറ്റിയെന്നാ തോന്നണേ. നിനക്കൊന്നും പറ്റിയതല്ലടാ ഈ പണി. അത് ഞങ്ങൾ അച്ഛനോട് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. എടാ നായുടെ വാല് നൂറ്റാണ്ട് കാലം കുഴലിട്ടാലും നേരെയാവൂല. കുറെ കളറി അഭ്യാസികള്. അഴക ഇനി മേലാലി പണി ചെയ്താലുണ്ടല്ലോ ചവിട്ടി തിരുമലല്ല ചവിട്ടി നടുപൊടിക്കും ഞാൻ. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ പറയുന്നിടം വരെ ഒരുതരം കളറിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. അവങ്ങളൊക്കെ ഉണ്ടാവോ? ആരാ എന്താ? ഞങ്ങൾ ഇവിടുത്തെ വാടക വീട്ടിൽ താമസിക്കുന്നവരാ. ആ കുഞ്ചാലി പറഞ്ഞിരുന്നു. ആ, ആ വീട് വാടകയ്ക്ക് തരുന്നത് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ ചാത്തുക്കുട്ടി പറഞ്ഞ എനിക്ക് എതിരഭിപ്രായമില്ല. അറിയാം. വളരെ സന്തോഷം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കളരിയുള്ളതാ മുത്തശ്ശന്റെ ഏറ്റവും വലിയ സന്തോഷം. ആ, ഞാൻ പണ്ട് പട്ടാളത്തിലായിരിക്കുമ്പം ആ. മലബാറുകാരൻ ഒരു ഓഫീസർ ഞങ്ങളെ ഈ ഫൈറ്റൊക്കെ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്താ എന്നെ ഫയറ്റ് മേടിക്കണമെന്നുണ്ടോ? മുത്തശ്ശന് ഇനി അതിന്റെ കൂടെ ഉള്ളൊരു കുറവ്. ആ വീടൊന്ന് ആ വൃത്തിയാക്കിയിരുന്നെങ്കിൽ. വെള്ള പൂശുന്ന കാര്യമല്ലേ കുഞ്ഞാലി പറഞ്ഞിരുന്നു. ഞാൻ ആളിനെ വയ്ക്കാം. ആ ആ, സന്തോഷം. അപ്പൊ ഞങ്ങളങ്ങോട്ട്. ആ. ശരി. ആ, മുത്തച്ഛനെ പിടിച്ചോ. ആ. ഓ ആരാ? ഞാനാ വെള്ളപൂശാൻ വന്നതാ. ഓ പുറവശത്തേം തുടങ്ങിക്കോളൂ. ഹാ, ഇവിടെ അല്ല, അപ്പുറത്ത്. അപ്പുറത്ത് ഏത് പുറത്തുനിന്നായാലും ഇത് ഞാൻ ഏറ്റു. ഉം, ഭാഗ്യം ആരും അറിഞ്ഞില്ല. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനും കൂടി അടിക്കട്ടാ. എനിക്ക് കൂടി കൊടുത്ത നീ ഇവിടെ കിടന്ന് വിളിച്ചു പോയി ആലഞ്ചേരിക്കാരുടെ മുഖത്ത് കരുവാരത്തേക്കത് ഭിത്തിയിലോട്ട് വെള്ളടിക്കാൻ നോക്കി എന്റെ വാസു. ഞാൻ ഇവിടെ അടിക്കാം. എന്നെ പറ്റിച്ച് എല്ലാവരും കൂടി ഇവിടെ കയറി കൂടിയതല്ലേ? ഇത്തവണ ഒരു പണി പഠിക്കും. എന്താപ്പാ ആ, ഇത്തടം വന്ന സ്ഥിതിക്ക് നമ്മുടെ വാടകക്കാരത് കണ്ടിട്ട് പോയാലോ? ആവാം. വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം. കൊള്ളാം. അയ്യോ മുത്തശ്ശ, ആ, അതാരാ വരണം നോക്കേ. സുഖം തന്നെയോ എന്നെ? സുഖം. തൊട്ടിരിക്കാം. അതല്ല, ഇരിക്കാനൊന്നും സമയമില്ല. ഞങ്ങൾ വേറെ അത്യാവശ്യമായിട്ട് ഇറങ്ങിയതാ. ആ കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളം അടിക്കാനേ അവര് നാളെ ഇങ്ങെത്തും. അവര് വന്നല്ലോ. ഏ? വന്നോ? അവർ 8-10 പണിക്കാരുണ്ട്. 10 പണിക്കാരോ? ആ ചിലപ്പോ ഇനി കുഞ്ഞാലി പറഞ്ഞ അതാവും. അവന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. ആ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലേലും ഉണ്ടാകാവുന്ന ഫലവും അവനറിയാം. അവനെവിടെ? അപ്പുറത്തുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കി വന്നോ, ഇങ്ങോട്ട് വരാം. പോരാ. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എവിടെ പോവാ? വെളുപ്പിൽ വന്ന് നടിക്കുന്ന ഇത്തിരി മൂത്രം ഒഴിക്കണം. മാറ്റങ്ങട് എന്റെ അമ്മേ, അച്ഛന്മാര് വന്നടാ. നിങ്ങൾ വീടിന് വെള്ളയടിക്കുകയാണോ അതോ പരസ്പരം വെള്ളയടിക്കുകയാണോ? അടിച്ചതല്ല, അടി പറ്റിയത്. അതെ, ഏ? അത് പെയിന്റിങ്ങിന് അടിച്ചോണ്ടിരിക്കുമ്പോ അക്കറ്റ് തള്ളി നിലത്തേക്ക് വീണ് വേണ്ട തമ്പ്രാക്കന്മാരെ. ആ മറ്റുള്ളവർക്ക് അവിടെ പോയി. അവര് ചായ കുടിക്കാൻ പോയി തമ്പ്ര. എന്തായാലും വേഗം പണി തീർക്കുക. തമ്പരക്കന്മാരെ അറിയാമല്ലോ. അത് പിന്നെ പറയണോ? ആ പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാ മതി. അവിടുന്ന് തരും കൂലി. ആ ഈശ്വര, ഇതിനെന്ത് കൂലിയാണാവോ കിട്ടാൻ പോണത്? അല്ല, ഇവരെ രണ്ടുപേരെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞങ്ങൾ ജനിച്ചിട്ട് ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതെ അതെ. എന്താ നിന്റെ പേര്? എന്റെ പേര് പാപ്പൂട്ടി. നിന്റെയോ? ഞാൻ ഊമ. ഊമയോ? ഊമല്ല, ഊമേശ്വരൻ. ആ എന്നാ ഉമ്മയും വാപ്പയും കൂടെ വേഗം പണി തീർക്കുക. ശരി തമ്പ്രാക്കന്മാരെ. വരട്ടെ മോളെ. ശരി. വെളുക്കാൻ തേച്ചത് പാട്ടായി. പാട്ടായി അല്ല പാണ്ടായി. പറഞ്ഞോലെ അവരെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ഇനി അവരും വെള്ളപൂശാൻ വന്നതാണോ? വയസ്സ് തിരിച്ചു കിട്ടി. പോയി
പോയിട്ടില്ല, ദേ ഇവിടെ ഉണ്ട്. തമ്പ്രാക്കന്മാര് പോയെന്ന് വെച്ചാ. ആ നിങ്ങളിത് എവിടെ പോയിരുന്നു? ആ ആലഞ്ചേരിയിലെ തമ്പ്രാക്കളല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയത്? അതെ. ഞങ്ങൾ അവരെ കണ്ട് മുങ്ങിയതാ. അതെന്തിനാ മുങ്ങുന്നേ? കൊറേ നാളെ അവരുടെ തറവാടൊന്ന് വെള്ളം അടിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതെന്താ? അതാ തമ്പ്രാക്കന്മാർ മഹാഭിശുക്കന്മാർ. അതെ, അവർ പണിയെടുത്ത കാശ് തരണ്ടേ? അത് ശരി. ഏതായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരെ കാണാറുന്ന നന്നായി. തമ്പ്രാക്കന്മാര് ഇവരെയും കാണാതിരുന്നത് വളരെ നന്നായി. വളരെ വളരെ നന്നായി. അതെ അതെ. അമ്മയെ തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അത്. ആഗ്രഹം എനിക്കും തനിക്കും ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മ വരണ്ടേ? ആ ഒന്നും ഒഴിക്കല്ലേ. ആ പാടല്ലേ പാടല്ലേ. ഇനി നിർത്താറായല്ലേ തന്റെ ഈ രാഗവിസ്താരം? എന്റെ രാഗവിസ്താരത്തിൽ എന്താ ഒരു കുഴപ്പം? ആ കുഴപ്പമല്ലേ ഉള്ളൂ. എന്റെ ഒരു കളരിപുറയുടെ മുമ്പിൽ തന്റെ രാഗം വെറും ശിശു. എന്നാൽ അതൊന്നും അറിയണമല്ലോ. അറിയണം. ഓ ഒരു കൈ തുടങ്ങി നോക്കിട്ട്. തുടങ്ങി. ദേ, എല്ലാ തവണത്തൊപ്പലും ബഹളം ഉണ്ടാക്കിയാലേ പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കണ്ട, കഴിഞ്ഞ തവണ ഗുരുക്കൾ ഒരു തട്ട് തട്ടിയതാ. എന്റെ അമ്മേ, വേദന ഇനിയും മാറിയിട്ടില്ല. പെങ്ങള് പറ, സംഗീതമാണോ കളരിപുറയാണോ വലുത്? എനിക്കൊന്നും അറിയില്ലേ. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. സംഗീതമാണോ കളരിയാണോ വല്ലതും തെറിഞ്ഞിട്ട് നീ പോയാ മതി. എന്നാ പിടിച്ചോ. പമകാരിസ കൈ തൊഴുതു മാറിന് വച്ച് നിരിഗമധാപമകരിസനിരി വലത് ചവിട്ടി വലഭാഗം തിരിഞ്ഞ് പാപ പാപമപധാപമകരിസനിരി നിരിഗമപമകരിസനിസ. ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നീർത്തി കൈക്ക് നോക്കി നെറ്റിക്ക് വെച്ച് മണങ്ങി അമർന്ന് വലത് നേരെ മുമ്പിൽ ചവിട്ടി ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നിർത്തി കൈക്ക് നോക്കി കൈ നെറ്റിക്ക് വെച്ച് വണങ്ങി സരിഗ സരിഗമ പരിഗമ രിഗമ പദ ഗമ പഗമ പദരി മപദ മപദരി സഗരി ഗരി ധനി ധരി ധരി ധനി ധപമ ധനി ധനി ധപമ ഗനി ധനി ധപമ ഗരി സ. അമർന്ന് മുട്ടൂന്നി കുമ്പിട്ട് നിന്ന് കൈക്ക് നോക്കി കൈനെറ്റി വെച്ച് വണങ്ങി അമർന്ന് കൈ കെട്ടി നോക്കി ഇടത്ത് വഴി വലത്ത് വഴിയോട്ട് മാറി കൈ നോക്കി ഇടത്ത് വഴിയോട്ട് മാറി കെട്ടി നോക്കി വലത്ത് വഴിയോട്ട് മാറി കൈക്ക് നോക്കി കാല് കൂട്ടി വെച്ച് താം തത്ത തത്ത തരികിട താം തത്ത കിടതം തരികിട താം തത്ത തകിടം തരികിട 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 താം മഗരി തരികിട തരികിട താം തത്ത കിടതം തരികിട താം തരി പരി പരി ഗരി ഗരി തരികിട പരി പരി തരികിട താം തത്ത തരികിട താം തത്ത കിടതം തരികിട താം തരി 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 ഗരി ഗരി തരികിട തരി തരികിട താം തരി ദാനി 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 തമ്പ്രാക്കന്മാരുടെ വക കച്ചേരിയും ചവിട്ടുനാടവും ഒക്കെ കഴിഞ്ഞപ്പോ അതാ അവിടെ അടിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ? പറയാൻ പറഞ്ഞ മുണ്ടാണ്ടിരിക്കും. എന്നെ കൊണ്ടാണ് പറയിപ്പിക്കടി, അന്നെ കൊണ്ടാണ് പറയിപ്പിക്കും, പറയിപ്പിക്കും ഞാന്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ. അമ്മേ, അമ്മേ. ആഹാ, എന്താ ഇത് വഴി? ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഒരു മോർണിംഗ് വാക്ക്. ഇനിയിപ്പൊ അമ്മയുടെ കൂടെ ആവല്ലോ നടപ്പ്. അതിനെന്താ, പോന്നോളൂ. മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. പിന്നെ അമ്മേ, എനിക്കൊരു സംശയം. എന്താ? ഈ തമ്പുരാക്കന്മാരെന്താ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കുന്നത്? രണ്ടിടത്താണ് താമസമെങ്കിലും ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റേയാൾക്ക് സമ്മതം തന്നെയാ. തമ്പുരാക്കന്മാരുടെ കഥകള് ഒരുപാട് ആ കുഞ്ഞാലി പറഞ്ഞു തന്നിട്ടുണ്ട്. അധികവും മർക്കട മുഷ്ടിയുടെയും വാശിയുടെയും കഥകളാവും. കൊറേയൊക്കെ. ഓ, ഇപ്പൊ എത്ര സമാധാനമുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി എന്നറിയോ? മിണ്ടിയാ കോപം, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വാശിയാ. ഇപ്പൊ മക്കളൊക്കെ വലുതായപ്പോ പഴയതുപോലെ ആയാ പറ്റൂലല്ലോ. എന്നാലും തമ്പുരാക്കന്മാർ തമ്മിൽ വലിയ സ്നേഹത്തിലാ. എനിക്കേ അസൂയ തോന്നും. എന്റെ അമ്മോ, പെണ്ണെടുത്തു. ദൈവമേ, അമ്മയെ കൂട്ടണ്ടല്ലോ. ചാടിക്കോ കുളത്തിലേക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ
നിങ്ങൾ എന്താ എന്നെ ഞങ്ങൾ കളരിപ്പാട്ട് അഭ്യസിക്കുക. അതായത് കളരിയും സംഗീതം കൂട്ടിക്കുഴച്ച് കുഴച്ചല്ല കൂട്ടി ഇണക്കി. അതെ, ആ പുതിയൊരു സൃഷ്ടിക്ക് രൂപം കൊടുക്കുകയാണ്. ഇവരെന്റെ മക്കളാ. എനിക്കറിയാം ഇവരെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇവരല്ലേ വീട് വെള്ളയടിക്കാൻ വേണ്ടി വീട് വെള്ളയടിക്കാനോ പണിക്കാർ ഏർപ്പാടാക്കിയത്? ഇവരെല്ലാരും കൂടി മുൻകൈ എടുത്തിട്ടാ വെള്ളപൂശൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നത്. ആ, മുൻകൈ എടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇവന്മാര് ഒറ്റ ഒരുത്തന് ആവശ്യത്തിന് കിട്ടില്ല. ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ. ഇവരുടെ പണിക്കാര് തമ്പുരാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായം പറഞ്ഞെന്നറിയോ അമ്മയ്ക്ക്? അത് പിന്നെ അവരുടെ ഒരു അവകാശമല്ലേ? അതെയോ? ആരാണ് ഇത്ര നല്ല പണിക്കാര്? അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ. അവര് ഇനി അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിക്കുമ്പോ അല്ല, വീട് പെയിന്റ് അടിക്കുമ്പോ അറിയാവുന്നുള്ളൂ. പിന്നെ അമ്മേ, അവരിൽ ഒന്ന് രണ്ട് പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ? അതായത് അമ്മേ, അക്കരയെന്നൊരു വെള്ളടിക്കാരൻ വന്നു, ഇക്കരയെന്നും ഒരു വെള്ളടിക്കാരൻ വന്നു. ഈ അക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ ഇക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ തമ്മിൽ നേരത്തെ എന്തൊരു പ്രശ്നം മതി മതി, പോ. വീട്ടിലേക്ക് പോ. നിന്നെ തന്നെ പോ. എല്ലാം നേരത്തെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇളമുറ തമ്പ്രാക്കന്മാര്. മോളൊരു ദിവസം വീട്ടിലേക്ക് വരണം. വരണോന്ന് ഞാനും ആലോചിച്ചോണ്ടിരിക്കാമേ. മോക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. വരട്ടെ? ശരി. ആ, വരൂ വരൂ. കുട്ടി എന്താ ഈ വഴിയൊക്കെ? അത് എന്താ വിശേഷിച്ച്? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ പറഞ്ഞോളൂ. സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹം. അതും ഇവിടം തന്നെ ആവുമ്പോ. അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഇക്കാര്യത്തിൽ ഭാഗവതരെന്ന് കുട്ടി വേറൊന്നും വിചാരിക്കരുത്. ഇക്കാര്യത്തിൽ എനിക്ക് ലേശം നിർബന്ധമുണ്ട്. ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല. അത് ശരിയാവില്ല. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, വന്നിട്ടൊന്നും അകത്തേക്ക് കയറിയില്ലല്ലോ. മോള് വാ. ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റിയിരുന്നത്? അച്ഛാ, ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ. ഇത് തന്നെയാ ഇതിന്റെ കുഴപ്പം. ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടയ്ക്ക് ദാഹം. പാടുക. അയാളുടെ ഒരു ഗമേ സ്വന്തം മക്കളെ മാത്രമേ സംഗീതം പഠിപ്പിക്കൂന്ന്. എന്റെ കുട്ടി നീ ഒന്ന് അടങ്ങി നിൽക്ക്. അയാൾക്ക് സൗകര്യമുള്ളവരെ പഠിപ്പിക്കട്ടെ. എന്നാ മുത്തശ്ശനൊന്ന് കേട്ടോ. സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട. ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തോന്നാ? അതൊക്കെ മുത്തശ്ശൻ കണ്ടോ. കണ്ണാടി കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വശത്താക്കാവുന്നതല്ല കളരിമുറകള്. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. മാത്രമല്ല, ഒരു പെൺകുട്ടിയെ കളരിമുറകൾ പഠിപ്പിക്കാന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും സാരമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന്. ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞാ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പെൺകുട്ടികൾ കളരിമുറ പഠിച്ചു എന്ന് വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. എന്നാര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം.
ഞാൻ പറഞ്ഞല്ലോ എന്റെ മക്കളെ അല്ലാതെ മറ്റാരെയും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഓ ഇതെന്തൊരു നാടാ. ഇവിടെ എല്ലാരും സ്വന്തം മക്കളെ മാത്രമേ വിദ്യ പഠിപ്പിക്കൂ. കുട്ടി ഇപ്പൊ പോണം, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അച്ഛാ, ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി പഠിച്ചു വെച്ച് അച്ഛൻ എന്താ ഒരു കുഴപ്പം? കുഴപ്പമുണ്ട്. ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല, നിങ്ങളും പഠിക്കില്ല.